പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെയും ഓണർമാരുടെയും സംഘടനകൾ തീരുമാനിച്ച ഒരു സ്ട്രൈക്ക് ഒഴിവാക്കുക. അതിന് കാരണമായ പ്രോബ്ലംസിന് പരിഹാരം ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഈ അടിയന്തര യോഗം. സമരം ഒഴിവാക്കിയത് മാത്രം കാര്യമായില്ല കളക്ടർ സാർ. സക്കീർ ഹുസൈൻ അതിക്രൂരമായിട്ടാണ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്. ഇദ്ദേഹം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. നാൽക്കാലികളെ കണ്ണീ ചോരയില്ലാതെ തല്ലാറുണ്ട് ചില മനുഷ്യന്മാര്. അതിലേറെയാണ് ഞങ്ങളുടെ കുഞ്ഞാക്കനെ ലോക്കപ്പിലിട്ട് അയാൾ കൈകാര്യം ചെയ്തത്. അതിനുള്ള പണി അയാൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ സമരം തന്നെ. ഇനി അപ്പേരിൽ 10 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾ കിടന്നോളാം. ഞങ്ങൾക്ക് ഇതൊന്നും ബുദ്ധിയില്ല സാറേ. ലോക്കപ്പിൽ നിൽക്കി തല്ലിയിട്ടി, അത് ശരി തന്നെ. ലോക്കപ്പിലിട്ട് മനുഷ്യന്മാരെ ഉരുട്ടിക്കൊല്ലുന്ന പോലീസ് സമ്പ്രാക്കന്മാര് ഇപ്പോഴും നമ്മളെ ഈ സാംസ്കാരിക കേരളത്തിലുള്ളപ്പോ അതിലൊന്നും ഒരു പുതുമയില്ല. വേറെ ചില മാറാപ്പോളൊന്നും അയച്ചു കൊടേണ്ട. ഇവിടെ നമ്മളെ നാടും റോഡും ഒരേ മാതിരിയാ, എന്നും നന്നാക്കണ്ട്. എന്നാലോ ഒരു കാലത്തും നന്നാവൂല. 30,000-ഓളം സ്വകാര്യ ബസ്സുകളാ ഈ നാട്ടിലെ റോഡും തോടും ഇല്ലാത്ത നിരത്തുമക്കൂടെ ഓടണത്. ആ വകയില് 3.25 കോടി ഉറുപ്പിക ഓരോ ദിവസവും സർക്കാരിന്റെ പെട്ടിയിലേക്ക് വീഴുന്നുണ്ട്. 2 ലക്ഷത്തോളം തൊഴിലാളികൾ ജീവിക്കേണ്ടെന്നാണ് പറച്ചില്. മുതലാളിമാരെന്ന പേരിൽ ഒരു 10,000-ഓളം ആളുകൾ വേറെ. ഒരു ബസ്സിൽ 5-8 പണിക്കാർ. ആഴ്ചയിൽ 3 ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില, മെയിൻ്റെനൻസ്, ടാക്സ്, ഇൻഷുറൻസ്. അതിന്റെയും പുറമെ പോക്കറ്റ് അടിക്കുന്ന പോലീസുകാർ തുടങ്ങി കീശപ്പണ ആർടി ഓഫീസിലെ തൂണ് പേരെ. ഇന്ത്യക്ക് ഇടയിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് നടന്ന് വൈകുന്നേരം കൂട്ടിക്കയിച്ച് നോക്കുമ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന നിത്യക്കൂലി പോലും കിട്ടുന്നില്ല വണ്ടിപ്പണിക്കാർക്ക്. ജനങ്ങൾക്ക് ബസ്സിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും വണ്ടിപ്പണിക്കാർ ഓലെ ശത്രുക്കളാ. വണ്ടിപ്പണിക്കാർ പ്രതിക്കൂട്ടില്ല. എന്താ അതിന്റെ കാരണം? മരണപ്പാച്ചിൽ തന്നെ. അതിന്റെ കാരണം എന്താ? 1/2 മിനിറ്റും 1 മിനിറ്റും 2 മിനിറ്റും ഇടവിട്ട് ഒരേ സ്റ്റാൻഡിൽ നിന്ന് ഒരേ വഴിക്ക് പോണ ബസ്സുകളെ എങ്ങനെ പായാണ്ടിരിക്കും? നേരത്തിനെത്തിയില്ലെങ്കിലും കലക്ഷൻ കുറഞ്ഞാലും നാളെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിളിക്കും പണിയില്ല. പിന്നെ പായാണ്ടിരിക്കാൻ പറ്റുമോ? അത് മരണപ്പാച്ചിലല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാ. ഇപ്പൊ മനുഷ്യന്മാർക്ക് കാട്ടിലിറങ്ങണേക്കാളും പേടിയാ റോട്ടുമേൽ ഇറങ്ങാൻ. ജീവൻ പണപ്പാന്നറിയില്ലേ? ബമ്പന്മാർക്ക് വാരിക്കോരിയാണ് പെർമിറ്റ് കൊടുക്കണത്. അത് ഓര് ചോദിക്കുന്ന ടൈമിന് ഓര് ചോദിക്കുന്ന റൂട്ട്. എന്നിട്ട് ആ ടൈമും തെറ്റിച്ച് കള്ള കളക്ഷൻ ഉണ്ടാക്കുന്ന റോഡ് കിങ്ങാരെ പോലുള്ളവരോട് നമ്മൾ മുണ്ടിപ്പോയാ നമ്മൾ ഗുണ്ടായിസക്കാരായി. അതെന്ത് ഏർപ്പാടാണ് ഇഷ്ടം? റോഡ് കിങ്ങിന്റെ ഓണർ ഈ ഇരിക്കുന്ന സാമൂഹ്യം നിങ്ങൾ തമ്മിലല്ലല്ലോ പ്രശ്നം ഉണ്ടായേ. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിന് നിങ്ങളുടെ ഡ്രൈവർ സൈഡ് കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. അതിൽ ക്ഷുഭിതരായ രോഗിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചപ്പോ നിങ്ങൾ ഗുണ്ടായിസം കാണിച്ചു. അതിൽ സാമൂഹ്യം പഴിച്ചു. ഗോപാലകൃഷ്ണൻ കണ്ണടച്ചാ ഗോപാലകൃഷ്ണന് മാത്രമേ ഇരുട്ടാവുള്ളൂ. ഈ പകല് രാത്രി ആവൂലോ ഗോപാലകൃഷ്ണ. മിസ്റ്റർ സക്കീർ ഹുസൈൻ, റോഡിൽ സംഘർഷം നടക്കുന്നിടത്തുനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ SI സാജൻ ജോർജിനെ നിങ്ങൾ സ്റ്റേഷനിലിട്ട് തല്ലിയോ? പോലീസ് സ്റ്റേഷനിലിട്ട് സബ് ഇൻസ്പെക്ടറെ ഞാൻ തല്ലിയേ? എന്താ ഭ്രാന്തുണ്ടോ? അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സാക്ഷികളാണല്ലോ. ഓ, അത് അവിടെ വെച്ചേക്ക് ഒരാളെ കൈവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് റോഡ് കിങ് ബസിന്റെ മുതലാളി സാജൻ ജോർജിനെയാണ്, അല്ലാതെ SI സാജൻ ജോർജ് സാറിനെ അല്ല. എന്റെ പേരിലുള്ള റോഡ് കിങ് ട്രാൻസ്പോർട്ട് ഇയാൾ എന്നെ സാജൻ ജോർജിനെ എഴുതി കൊടുത്തോ? എന്റെ ബസ്സുകൾ മറ്റാരുടെയെങ്കിലും വന്ന് ഇയാൾ വിളിച്ചു പോയാൽ ഞാൻ സമ്മതിച്ചു തരണോ? നിങ്ങൾ സമ്മതിച്ച് തരേണ്ടി വരും സാമൂഹ്യ മുതലാളി. ഈ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലമായിട്ടുള്ളൂ. അത് ഈ സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ് വന്നതിന്റെ ശേഷം ഇടയ്ക്കയാളെ കാറിന്റെ ഡ്രൈവറായിട്ട്. ഞാനേ അങ്ങേരുടെ ഭാര്യയുടെ ബന്ധുവാ. ഞാൻ അങ്ങേരുടെ കാർ ഓടിച്ചെന്ന് വരും. അതിന് തനിക്കെന്ത് കോപ്പാ? റോഡിങ്ങിന്റെ മുതലാളി ഈ ചെങ്ങായി ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ വെച്ച് സാറന്മാർ ഉറപ്പുവരുത്തണം. എന്നാലേ ഈ യോഗം കൊണ്ടൊരു ഫലം ഉണ്ടാവും. പിന്നെ ഇയാൾ എന്തോന്ന് പുളുത്തോന്നായി പറയുന്നത്? രേഖയിൽ എന്റെ പേരുണ്ടോ? ഞാൻ തന്നെ അവകാശി. ഒരുത്തനും എന്നെ വളർത്തൂല. മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ ഇവിടെ നിങ്ങൾ മറച്ചു വെക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ നാളെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. 4 തുക്ര വണ്ടിക്കോപ്പന്മാര് സമരമെന്ന ഒരു ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നും ഒരു കളക്ടർക്കും RTOയ്ക്കും DYSPക്കും ഇല്ല. സമരം വേണമെന്ന് വെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ എന്നാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്ക്. എന്നിട്ട് എന്നെ അറിയിക്കേ. എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തായാലും ഇന്ന ലോക്കപ്പിലൊരു തച്ചേന്റെ പേരിൽ നാളൊരു സമരമില്ല. അക്കാര്യം ഞാൻ ഉറപ്പുവരാം. നാളെ ബസ് സമരം വേണോ വേണ്ടെന്നുള്ളത് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചു കഴിഞ്ഞ്. നാളെ ഈ ഭൂമിയിൽ വേണോ വേണ്ടെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം ഞാനാ. പറടാ, ആരടാ റോഡിങ്ങിന്റെ മുതലാളി? നായി ഉറക്കണം പറടാ, ലോറി കേൾക്കട്ടെ. എന്റെ സർവ്വശത്രുക്കളുടെ മുന്നിൽ എല്ലാം വിളമ്പിട്ട് നാണമില്ലാതെ നിൽക്കുന്നു. കഴുത ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അളിയൻ എന്നാ പറഞ്ഞാൽ ശരി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ,
അവൻ ആളത്ര നിസാരക്കാരനല്ല. എന്നെ കൊന്നേനെ അവൻ. എന്നെ ചത്തുടായിരുന്നു. നീ എന്താടാ കോപ്പേ പറഞ്ഞത്? അവൻ എവിടുത്തെ സുൽത്താനെന്ന് എണ്ണിക്കോ. 1 2 3 എണ്ണിക്കോ. അവനെ ഞാൻ പൂട്ടും, പൂട്ടിക്കെട്ടും. ഷാർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവരം. ഷാർണൂർ പൊലച്ചൊന്ന് കഴിച്ചില്ലേ, തൊള്ളോർന്ന് വിളിക്കടോ. ഷാർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവരം. ഷാർണൂർ പട്ടാമ്പി അല്ല ടീച്ചർ എന്താ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ? വഴിന്ന് കേറുമ്പോ ബസ്സിലെ തിക്കിലും തിരക്കിലും ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഒരു സമരം ഒഴിവാക്കിയല്ലോ, നന്നായി. നല്ലത് പറഞ്ഞാ താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്, പ്രത്യേകിച്ച് ഒരു ടീച്ചറോട്. നല്ല കാര്യങ്ങൾ കണ്ടാ തിരിച്ചറിയാനുള്ള മനസ്സ് വേണല്ലോ. ആദ്യം കണ്ടരേ തോന്നിയില്ല. താങ്ക്സ്. തിരുവാനൂർ, ഷൊർണൂർ, പട്ടാമ്പി, ശിവപുരം, ശിവപുരം, ശിവപുരം. ഞാനിന്നലെ കുട്ടികൾക്ക് കാട് വിറപ്പിച്ച ഒരു ഒറ്റയാന്റെ കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ആ ഒറ്റയാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ട് കാട്ടിക്കൊടുക്ക്. ഓ, ഒറ്റയാനാണല്ലോ, അതിപ്പോ എങ്ങനെ കാട്ടാനാ? ശിവപുരം, ശിവപുരം, ശിവപുരം. അതിന് ദൂരെയൊന്നും പോണ്ടല്ലോ, ഈ ബസ്സിൽ തന്നെ കയറിയാ പോരെ. ഇന്നലെയാണെങ്കിൽ ചിഹ്നം വിളിയും കാടിളക്കുന്നതും ഭൂമി കുലുക്കുന്നതും ഒക്കെ കാണായിരുന്നു. ശരി. അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? ഒരുപാട് ഇഷ്ടാണല്ലേ? ആരെ? സംഗീതം. പേരിട്ടിഷ്ടാ. ഒറ്റയ്ക്കിരുന്ന് കേൾക്കാനാ. ഇഷ്ടാവോന്ന് അറിഞ്ഞൂടാ. ഇഷ്ടായില്ലെങ്കിൽ തിരിച്ചു തന്നാ മതി. ഇഷ്ടാവണല്ലോ, ഇഷ്ടപ്പെട്ട് തരണല്ലേ. ഒരു ലൈറ്റ് മാരേജ് ട്രൂപ്പിനെ കിട്ടി. ചെക്കനും പെണ്ണും കോട്ട ചുരുക്കി കാലം കൂടെ ഇതെന്താടോ മൊട്ടെ കല്യാണ മണ്ഡപോ? കുഞ്ഞാക്ക പ്രാണസഖി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഇടട്ടെ? ഓ ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, പുതുതായിട്ട് ജീവിതത്തിലേക്ക് കടക്കണല്ലേ. നല്ല ഫ്രഷ് പ്രണയഗാനങ്ങൾ ആയിക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും കൊടുത്തേ. ആരാണേട്ടോ തിരിഞ്ഞ് ഊരിയെടുക്കാൻ നോക്കുക. അല്ല ടൈറ്റാക്ക. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. പ്രണയം ഒരു തിരിച്ചറിവാണ്, അതാരും പറഞ്ഞറിയിക്കേണ്ടതല്ല. എന്റെ യാത്ര ഇപ്പോ പ്രണയത്തിന്റെ ബസ്സിലാണ്. എത്രയോ യാത്രക്കാർ കയറിയിറങ്ങുന്ന ബസ്സിൽ ഒരു വെറും യാത്രക്കാരി, അങ്ങനെയല്ല എന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ ആ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ഓരോ ടിക്കറ്റും പ്രണയത്തിന്റെ പൂക്കളായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസ്സിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഇക്കാലം വരെ എല്ലാവരുടെയും കുഞ്ഞാക്ക, ഇനി മുതൽ എന്റെ മാത്രം കുഞ്ഞാക്ക. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്ക എത്ര ഓടിയാലും തീരാത്ത കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പെരിപ്പിക്കണോ മൊട്ടെ? ഓ, ഈ കുഞ്ഞാക്കനും കൂടി പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പ് ഇതെവിടെ പോയി കിടക്ക? നിങ്ങൾ ഇന്ന് വരൂന്ന് അറിഞ്ഞിരുന്നെങ്കി ഓൻ ഇന്ന് വണ്ടി പോവോ? ഇവിടെ കാത്തുകുത്തിരിക്കൂലേ? ആ എത്തിയില്ലോ. പെണ്ണ് കാണാനൊക്കെ വരുമ്പോ നേരത്തെ ഒന്ന് അറിയിക്കണ്ടേ ചങ്ങായിമാരെ? നല്ല കൂട്ടരങ്ങള്. കുഞ്ഞാക്കാനും ഞെട്ടിക്കാൻ എളുപ്പമല്ലല്ലോ, അതുകൊണ്ടൊന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇവരൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്.
പെണ്ണ് കാണാൻ വരുമ്പോ വീട്ടില് പെണ്ണുണ്ടായി പോരെ. കണ്ടു, ഇവൻ ഇഷ്ടാകുകയും ചെയ്തു. ഇതെന്റെ ഫ്രണ്ട്സാ. പട്ടാമ്പി കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇത് റൈസ്, ഇതാണ് ആള്. വീട് തലശ്ശേരിയിലാ. തലശ്ശേരിയിൽ എവിടെയാ? മാഹി, ന്യൂ മാഹി. മാഹിയിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് എങ്ങനെയാ വില കുറവുണ്ട്? എന്റെ ഉപ്പ് ഇങ്ങനെയാ, കുറഞ്ഞ വിലക്ക് എന്തെവിടെ കിട്ടുമോ അവിടെ ഉണ്ടാകും. അതേടാ, എന്റെ ഉമ്മാനെ അങ്ങനെ വില കുറച്ച് കെട്ടിയതാടാ ഞാൻ. ഈ ഉപ്പയും മോനും ഇങ്ങനെ കീരിയും പാമ്പും മാതിരിയാ. വലിയ സ്നേഹ. അല്ല മോനെ, ഡൽഹിയിൽ അവിടെ എന്താന്നാ പറഞ്ഞേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വേണം വേണം, ഡൽഹിയിലൊക്കെ ആവുമ്പോ അത്രയെങ്കിലും വേണം. ഈ സെലീനന്റെ കാര്യൊക്കെ ഓക്ക് ഹാർട്ടിനൊരു ചെറിയ കൊണക്കെടുണ്ടേനി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്കത് ആദ്യം എടുത്തുവിടുന്നു. അതൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒക്കെ സുഖായി. നിങ്ങളുടെ തുറന്ന മനസ്സ് എനിക്ക് ഇഷ്ടമായി. സെലീന എവിടെ? പടച്ച റബ്ബ് നല്ലത് വരുത്തും. ഇപ്പൊ വന്നില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അമ്പടി, ഈ ആള് ജഗലാണല്ല. കുഞ്ഞാക്കോ 101 വട്ടം കബൂലായി. എന്റെ അഴകുള്ള സെലീന കൊത്ത അഴകുള്ള പുയ്യാപ്പള, സുന്ദരൻ. ഓ, അതിന് മാത്രമൊന്നുമില്ല. കുഞ്ഞാക്ക എന്റെ അത്ര സുന്ദരനൊന്നുമല്ല. അതൊക്കെ ഇപ്പൊ പറയും. നിക്കാഹ് കഴിഞ്ഞു പോയ ഓൻ തന്നല്ലേ മോളെ എന്റെ സൽമാൻ ഖാൻ. കാത്തിരിക്കണവർക്ക് കനകം കൊണ്ടുവന്നരും പടച്ചോൻ.